ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നോമ്പ് തുറക്കൊക്കെ ഉണ്ടാക്കുന്ന പഴംപൊരിയും പിന്നെ ഉള്ളിവടയും സ്പൈസി ബ്രെഡുമാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് സ്പൈസി ബ്രെഡാണ്. സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നതാണെങ്കിലും ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതാ മുട്ട എടുത്തിട്ടുണ്ട്. സ്പൈസി ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ എങ്ങനെ ഉണ്ടാക്കി വെക്കാം കേട്ടോ. 5 മുട്ട ഞാൻ എടുത്തിട്ടുള്ളത്. ശരിക്കും ഞാൻ 2 കൂട് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിന് 10 മുട്ട നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ 5 മുട്ട എടുത്തത് കാണിക്കുന്നുള്ളൂ. പിന്നെ അതിലേക്ക് നമ്മളൊരു സവാള ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് പച്ചമുളകും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കറി വിളമ്പുന്ന കയ്യിലില്ലേ, അതിൽ 2 കയ്യിൽ മൈദ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ലൂസിൽ വേണം അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നന്നായിട്ട് വെള്ളം ചേർക്കാം കേട്ടോ. പിന്നെ ഇതാ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനനുസരിച്ച് കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയും വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവുക. ഞാൻ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസ് ആക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ടൈമിൽ നമുക്ക് ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ക്രോസായിട്ട് കട്ട് ചെയ്യുക വേണമെങ്കിൽ, അല്ലെങ്കിൽ 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ക്രോസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് ടൈറ്റ് ആട്ടോ. ഇതിലും കുറച്ചും കൂടെ ലൂസാക്കിയാലാണ് നന്നായിട്ടാവുക കേട്ടോ. ഇങ്ങനെ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. വേണമെങ്കിൽ നിങ്ങൾക്ക് ലൂസാക്കാം. തികയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ലൂസാക്കാം കേട്ടോ. ഇനി നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചാൽ മതി. ഇത് കുറച്ച് അധികമായിട്ട് ഉണ്ട് കേട്ടോ. ഇത്രയും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് വെന്ത് വന്നതിന് ശേഷം തിരിച്ചും കൂടെ ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിതാ 2 ഭാഗവും നന്നായിട്ട് തിരിച്ചിട്ടതിന് ശേഷം എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇതുപോലെ എന്തായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി കാണാം. നമ്മൾ ഉള്ളിവട ആണ് കേട്ടോ ഇനി ഉണ്ടാക്കുന്നത്. ഉള്ളിവട എന്നും പൊക്കവട എന്നും ഒക്കെ പറയാം. രണ്ടും കൂടെ കൂടിയൊരു ടൈപ്പാണ്. ഞങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഇതുപോലെ ഞാനൊന്ന് കാണിച്ചു തരാണ്. അപ്പം എന്താ ഉള്ളി നന്നായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 8 ഉള്ളി വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇത് നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ഞെരുകി കൊടുക്കുക. ഉള്ളിയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 മുളക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി ചെറുതാക്കി കുനാന്ന് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അതും കൂടെ ഇട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ. ഇനിയിപ്പോൾ നമ്മൾ ഇത് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ ഇപ്പോൾ ഞാനൊരു കുറച്ചധികം തന്നെ ചേർക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇത് കുറേ ഉണ്ടാക്കുന്നത് കൊണ്ട് കുറച്ചധികമായിട്ട് ചേർക്കുകയാണ്. ഈ കറിക്കയിൽ നമ്മളൊരു 5-6 കയ്യിൽ നമ്മൾ ചെറുങ്ങനെ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് ടൈറ്റിന് ലൂസിനൊക്കെ അനുസരിച്ച് നമ്മൾ മാറ്റിയോ കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ കടലപ്പൊടിയും കൂടെ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ രണ്ടും കൂടെ ഒരേ അളവിൽ ചേർക്കുമ്പോൾ നമ്മുടെ ഉള്ളിവട കുറച്ചൊരു ഉറപ്പുള്ള സൈസ് അങ്ങനെ ആയി വരും കേട്ടോ. ഇതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ മൈദ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. പൊക്കവട ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കടലമാവ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം കൂടെ ഇനി ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളമൊക്കെ നമുക്ക് കൊഴിഞ്ഞ് വരുന്ന രൂപത്തിനനുസരിച്ച് നമുക്കിങ്ങനെ മാറ്റിയും കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ. നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം കുറച്ച് ആയിട്ട് ആഡ് ചെയ്ത് ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റിയെടുത്ത് വയ്ക്കാം. ഇനി പഴംപൊരിക്ക് വേണ്ടതും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പൊക്കവട ആണോന്നുണ്ടെങ്കിൽ മൈദ ചേർക്കാണ്ട് കടലപ്പൊടി സ്വന്തം ചേർത്താലും മതിയാവുക.
ഇനിയിപ്പോൾ നമുക്ക് ഇതിനുള്ള പഴംപൊരിക്കുള്ള മാവൊന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ പഴംപൊരി ഉണ്ടാക്കാനുള്ള മാവ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള മൈദപ്പൊടി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കളറൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചേർക്കുന്നത്. പിന്നെ ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മതി കേട്ടോ. കുറച്ച് എന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുന്ന പൊടിക്കനുസരിച്ച് കുറച്ച് മധുരമാണല്ലോ നമ്മൾ ചേർക്കുക. അപ്പോൾ ഒരു ചെറിയൊരു ഉപ്പ് പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ബേക്കിംഗ് സോഡ ഒരു 1/2 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മധുരത്തിനനുസരിച്ചുള്ള ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് പിന്നെ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഏലക്ക പൊടിച്ചതൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ആ മൈദേൻ്റെ കട്ടയൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു ടൈറ്റിൽ വേണം കേട്ടോ നമ്മൾ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അധികം ലൂസായി പോകരുത്. ഇനി നമുക്ക് പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 8-9 ഒക്കെ പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ റൗണ്ട് തന്നെ ചെരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അധികം വലിപ്പമുള്ളതായിട്ട് കിട്ടില്ല, അധികം ചെറുതുമല്ല, ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള പഴംപൊരി നമുക്ക് ഇങ്ങനെ എടുത്തിക്കാൻ പറ്റും കേട്ടോ. അത്യാവശ്യം ചെറുത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഒരു 2-3 മണിക്കൂറൊക്കെ നമുക്ക് ഉള്ളിവടക്ക് ഉണ്ടാക്കിയ മാവും പഴംപൊരിക്ക് ഉണ്ടാക്കിയ മാവൊക്കെ മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ടേസ്റ്റ് കൂടാൻ ഒന്ന് നല്ലതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പഴംപൊരി ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. നല്ല ചൂടായ എണ്ണയിലേക്ക് നമ്മൾ മാവിൽ മുക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഉള്ളിവടയും കൂടെ പൊരിച്ചെടുക്കാം കേട്ടോ. സാധാരണ ഉള്ളിവട നമ്മൾ കയ്യിൽ ഇങ്ങനെ റൗണ്ടായിട്ട് പരത്തിയെടുത്തിട്ടാണ് നമ്മൾ പൊരിക്കാറ്. ഇത് പൊക്കവട പോലെ തന്നെ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ പൊരിച്ചെടുക്കുന്നത്. ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ചെറിയതാക്കിയിട്ട് കോരി ഇട്ട് കൊടുത്താൽ മതിയേ. ഉള്ളിവട ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതൊരു ബ്രൗൺ കളർ ആയതിനു ശേഷം നമ്മൾ എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ.